ആണോ കണ്ടേ? എങ്ങനെയുണ്ട്? നല്ല പടം. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. തകർത്തായിരുന്നു. സൂപ്പറായിരുന്നു. അതിന്റെ ഒരു ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് എമ്പുരാൻ? കുഴപ്പമില്ല. ലൂസിഫറിൽ നിന്ന് എമ്പുരാനോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അതൊരു കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ലാലേട്ടൻ, ടൊവിനോ, മഞ്ജു ചേച്ചി, ഒരുപാട് പേരുണ്ടല്ലോ, പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും? കാണാം, കണ്ടിരിക്കാം. പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ഷൻ എങ്ങനെയുണ്ട്? കൊള്ളില്ല, ശോകമാണ്. എനിക്ക് പൃഥ്വിരാജിനെ വർഷങ്ങൾ മുന്നേ അറിയാം. വിചാരിച്ച പോലെ വന്നില്ല, കൊള്ളില്ല. ലൂസിഫർ ഓക്കെ ആയിരുന്നു. ഇതൊരു പൊളിറ്റിക്സ് ഇതാണ്. അങ്ങനെ തോന്നി അവർക്ക് രാഷ്ട്രീയം ഒരുപാട് ആയിപ്പോയി. അങ്ങനെ ഒരുപാടല്ല, നമുക്ക് ഒരുപാട് ഇത് ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ഒബ്സർവ് ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ല. ഒരു മെസ്സേജ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇതൊരു വേസ്റ്റാണ്. മാർക്കോ ഉണ്ടല്ലോ, മാർക്കോ ഇറങ്ങി വയലൻസാണ്. അപ്പോൾ എന്താ പറഞ്ഞേ, മാർക്കോയ്ക്ക് അതുമാതിരി ഒരു സിനിമ വരുമ്പോൾ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ മലയാള ഇൻഡസ്ട്രീസിൽ അങ്ങനെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇതും വയലൻസാണ്, ഇതും നെഗറ്റീവാണ്. ഒന്നുമില്ല. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് എത്തിയപ്പോൾ എങ്ങനെയുണ്ട്? എന്തോ ഒരുപാട് ലാഗ് തോന്നിച്ചു. സെക്കൻഡ് ഹാഫ് ബെറ്റർ ആയിരുന്നു. പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും അതെ 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 ബെറ്റർ ആക്കാൻ തോന്നി. ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് L3 വരുന്നുണ്ട്. അതെ, അതിൽ പ്രതീക്ഷയുണ്ട്. കൊള്ളാം, നല്ല മൂവി. കൂടുതലൊന്നുമില്ല, നല്ല മൂവിയായിരുന്നു. കൊള്ളാം, നല്ല മേക്കിംഗ് ആയിരുന്നു. കുഴപ്പമില്ല. ലൂസിഫറിനെ വെച്ചിട്ട് എങ്ങനെയുണ്ട്? അതിൽ നിന്ന് ഇതിലോട്ട് എമ്പുരാനിലോട്ട് വന്നപ്പോൾ വലിയ ഇതായിട്ട് തോന്നിയില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കൊള്ളാം. നെഗറ്റീവ് ഒന്നുമില്ല. ലൂസിഫർ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കുറച്ച് പക്ഷേ മേക്കിംഗ് എല്ലാം കിടും, ഫൈറ്റ്സ് എല്ലാം കിടും, എല്ലാം. ലാലേട്ടിന് സ്ക്രീൻ പ്രസൻസ് കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും എൻ്റർടൈൻമെൻ്റ് ആണ്. ഫൈറ്റ്സ് ഇൻ്റർവെല്ലിനുള്ള ഫൈറ്റ്സ് ഒക്കെ ഇടുവാണ്. രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചൊന്നുമല്ല ഇതുള്ളത്. അത് ഓരോരുത്തരുടെ ചിന്താഗതിയല്ലേ. അതെ അതെ അതെ, രാഷ്ട്രീയത്തിൽ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചുള്ള പടം എടുത്തുന്നത്. അങ്ങനെയൊന്നുമില്ല. ഓവറോൾ എങ്ങനെയുണ്ട് പടം? കൊള്ളാം. എമ്പുരാനാണ്. അടിപൊളി, സൂപ്പർ. പൃഥ്വിരാജ് അടിപൊളി. കേരള രാഷ്ട്രീയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം. എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സിനിമ രാഷ്ട്രീയമൊക്കെ എല്ലാം സാഹിത്യപ്പെട്ടിയാണ് ആ സിനിമ. അതായത് സൂപ്പറായി, അടിപൊളി. പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, അടിപൊളി. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടം. പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ലൂസിഫർ തന്നെ നല്ല ഡയറക്ഷനായിരുന്നു. ഇതിലും എമ്പുരാനിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു? നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നല്ല പടം, നല്ല മാസ് മൂവി കാണാം, കണ്ടുപിടിക്കാൻ പറ്റും. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി. ഓ, സൂപ്പറായിരുന്നു. ലാലേട്ടൻ വിചാരിച്ചാലും ഉഗ്രനായിട്ട് ചെയ്തു. അതെ അതെ അതെ, അടിപൊളിയായിരുന്നു. അടിപൊളി. ഇതിൽ ഫൈറ്റിംഗ് ലാലേട്ടൻ്റെ എനിക്ക് നല്ല ഇഷ്ടമായി. പൃഥ്വിരാജ് വന്ന എല്ലാ എൻട്രിയും നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല രസത്തോടെയാണ് അഭിനയിച്ചത്. നല്ല സിനിമയാണ്. എക്സ്പെക്ട് ചെയ്ത അത്ര തന്നെ നല്ല സീനാ സിനിമ. എനിക്ക് അത്രേ പറയുള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര തന്നെ സീനാണ്. നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം. കൊള്ളാം.